എൻ്റെ പേര് ബിൻസി. ഞാൻ മാന്നാറ് ചെന്നിത്തല എരമത്തൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റ് 18 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ പ്രചോദനം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ചേച്ചി, എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേച്ചിക്ക് മോൾക്ക് ജോലി കിട്ടി, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മാതാവിനെ പണ്ടേ വിശ്വാസമാണ്. പക്ഷേ എനിക്കിവിടെ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഒക്കെ ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ അന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ വെച്ചു. അതിലെ 4 കാര്യങ്ങളും എനിക്ക് 90 ദിവസത്തിനുള്ളിൽ തന്നെ സാധിച്ചു എന്ന് പറയാം. ആദ്യത്തേത്, ഞാനൊരു 4 വർഷമായിട്ട് എനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ദേഹത്തെല്ലാം ചൊറിച്ചിൽ, അങ്ങനെ ചൊറിഞ്ഞു പൊട്ട്, അങ്ങനെ ഒത്തിരി ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ആയുർവേദം കഴിച്ചു. അങ്ങനെ കുറേ നാൾ എനിക്ക് സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട്, അങ്ങനെ ഞാൻ ഈ ഉടമ്പടി ഉപ്പും ഇട്ട് വെള്ളത്തിൽ ഞാൻ കുളിച്ചു. ഉടമ്പടി തൈലം ദേഹത്ത് തേച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, ഇനി ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല, അമ്മ മാറ്റണം എൻ്റെ അസുഖം എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ എൻ്റെ ദേഹത്ത് ഒരു അസുഖവും ഇല്ല, ഒരു ചൊറിച്ചിലും ഇല്ല, ഒന്നുമില്ല. പിന്നെ എൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ, ഞാൻ അംഗനവാടിയിൽ വർക്ക് ചെയ്യുകയാണ്, ഹെൽപ്പറായിട്ട് ജോലിയാണ്. ഞാൻ 4 വർഷം താൽക്കാലികമായിട്ട് ജോലി ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ വന്നു 2019. ഇൻ്റർവ്യൂവിൽ ലിസ്റ്റിനകത്ത് 2ാം റാങ്കായിരുന്നു എനിക്ക്. അങ്ങനെ ആ ലിസ്റ്റിലെ താഴെ കിടന്ന 22ാമത് പേര് കിടന്ന ഒരു ആൾ എൻ്റെ പേര് കൊണ്ട് കേസ് കൊടുത്തു. ഞാൻ അഴിമതി എന്തോ കാണിച്ചാണ് ലിസ്റ്റിൽ കടന്നുകൂടിയത്, 2ാമത് വന്നതെന്നും പറഞ്ഞ്. പക്ഷേ ഞാനൊരു അഴിമതിയും കാണിച്ചിട്ടില്ല. ഞാൻ 4.5 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അങ്ങനെയാണ് ഞാൻ. പിന്നെ എൻ്റെ അന്നത്തെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസും എല്ലാം മാർക്കെല്ലാം നോക്കുമ്പോൾ എനിക്ക് അതിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാണ് അന്ന് 2ാം റാങ്കിൽ വന്നത്. പക്ഷേ അവർ എൻ്റെ പേര് കേസ് കൊടുത്തു. അങ്ങനെ 2 വർഷം ജോലിയൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അല്ലാതുള്ള ജോലികൾക്കൊക്കെ പോകും, പാടത്തെ ജോലിക്ക് പോകും, അല്ലാതെ വീട്ടു ജോലിക്കൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ജോലിയാണിത്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ജോലി എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് കാരണം എൻ്റെ മാതാവ് എനിക്ക് ഈ ജോലി വേണം. ഞാൻ ഉടമ്പടിയിൽ ഏറ്റവും അവസാനമാണ് ഈ നിയോഗം വെച്ചത്. പക്ഷേ എനിക്ക് അമ്മ അത് സാധിച്ചു തന്നു. ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 18 2022. നവംബർ 18 11 മണിയായപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. സ്റ്റേ മാറി, ബിൻസിയെ സ്ഥിരപ്പെടുത്തിയെന്നും പറഞ്ഞ് എനിക്ക് വിളി വന്നു. അവിടെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. വീടും വസ്തുവും എൻ്റെ അമ്മ എനിക്ക് തന്നു. ഞാൻ ഇന്നവിടെയാണ് താമസിക്കുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഈ അടുത്തിടെ തന്നെ ഒരു പാമ്പ് കടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടി അപകടം പറ്റിയായിരുന്നു. അത് ചെറിയ നിസ്സാര പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നെ അത് എല്ലാം ആദ്യം പറയേണ്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, അത് ഞാൻ മറന്നുപോയി. എൻ്റെ മക്കൾ 2 പേരും ഫോണിനകത്ത് ഭയങ്കര കളിയാണ്. ഒരാൾക്ക് 17 വയസ്സും ഒരാൾക്ക് 15 വയസ്സുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 2022 ഡിസംബറിലായിരുന്നു. ഇതുവരെ എനിക്കിത് സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ് വീണ്ടും. അപ്പോൾ ഞാൻ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ 2 പേരും ഫോണിനകത്ത് കളിയായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ പറയും, മോനെ, നീ പ്രാർത്ഥിക്കുന്നിടത്ത് വന്നിരിക്കടാ നിങ്ങൾ 2 പേരും എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് അവൻ പിന്നെയും ഫോണിനകത്ത് കളിക്കും. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചമ്മേ, ഈ കുഞ്ഞിന് വിശ്വാസം തോന്നുന്ന രീതിയിൽ അമ്മയുടെ ഒരു സാന്നിധ്യം അവന് കൊടുക്കണേ അമ്മേ. അന്ന് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടാണ് ഉറങ്ങാൻ കിടന്നത്. അന്ന് രാത്രി ഒരു 2 മണിക്ക് ശേഷം എൻ്റെ മകൻ എന്നോട് വന്ന് പറയാണ്, അമ്മയെ ഒരു അമ്മ വിളിക്കുന്നു, ഒരു പ്രായമുള്ള അമ്മ വന്ന് വീടിൻ്റെ വെളിയിൽ വന്ന് വിളിക്കുന്നു,
എന്നിട്ട് ആ അമ്മ കതക് തുറക്കാതെ തന്നെ ആ അമ്മ അകത്തോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ച് ഒരു കൈ എൻ്റെ നെഞ്ചിലും വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോട്. ഞാൻ കണ്ണിറുകെ അടിച്ച് കിടന്നു. പക്ഷേ എനിക്ക് മുഖമൊന്നും കാണുന്നില്ല, വ്യക്തമാകുന്നില്ല. ഒരമ്മയാണെന്ന് മാത്രം എനിക്കറിയാം. എന്നിട്ട് എനിക്ക് വല്ലാത്ത പേടി തോന്നിയെന്ന് കുഞ്ഞെന്നോട് പറഞ്ഞ്. അപ്പം ഈ അമ്മ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് കുഞ്ഞ് മനസ്സുകൊണ്ട് പറയുക. എന്നിട്ട് അവൻ കണ്ണിറുക്കി അടച്ചു. അപ്പോഴത്തേന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ അമ്മ തിരിച്ചു പോയി എന്നവൻ പറയുന്നത്. അപ്പോൾ ഭയങ്കര മണമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. എനിക്കും ആ മണം ഫീൽ ചെയ്തു, കുഞ്ഞിനും ഫീൽ ചെയ്തു. അവൻ ഓടി വന്ന് അപ്പുറത്തെ റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത്, അവരിപ്പുറത്തും ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അവന് ആകെ വിയർത്ത് എന്തോ ഭയന്നതുപോലുള്ള ഒരു രീതിയായിരുന്നു. അമ്മേ, എൻ്റെ അടുത്തൊരു അമ്മ വന്ന് എൻ്റെ കൈ പിടിച്ചു, ഒരു കൈ എൻ്റെ നെഞ്ചിലും വെച്ചിട്ട് എന്തോ പറഞ്ഞു എന്നോട്. എൻ്റെ ജപമാല എന്തിയേ, എൻ്റെ കഴുത്തിലിടണമെന്നും പറഞ്ഞിട്ട്. ജപമാലയൊന്നും അവൻ അങ്ങനെയെങ്കിലൊന്നും ഇടാറില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട്, കാശ് രൂപവും കെട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഇടാറില്ല. അത് അന്ന് രാത്രി അവൻ എന്നെക്കൊണ്ട് അത് ഇടിയിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉടനെ തന്നെ ഇവിടുത്തെ തൈലം എടുത്ത് പ്രാർത്ഥിച്ച് അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് അങ്ങനെ അവൻ ഉറങ്ങി. ഞങ്ങൾ സമയം നോക്കിയപ്പോൾ 2:30 കൃത്യം 2:30. എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമായിരുന്നു. അമ്മ അവനെ ആ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് അമ്മയുടെ സാന്നിധ്യം അമ്മ കൊണ്ടുവന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ അനവധി ഒരുപാട് എനിക്ക് ആരോഗ്യ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊക്കെ അമ്മ ഒത്തിരി എന്നെ വിടുതൽ തന്നിട്ടുണ്ട് പ്രാർത്ഥനയിലൂടെ. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും പത്രം കൊടുക്കുമായിരുന്നു, പിന്നെ പള്ളിയിലും കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ബുധനൂർ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി ഞാൻ ഭക്ഷണം അവർക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് പേരെ ഈ പള്ളിയിലേക്ക് ഞാൻ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി ചേച്ചിമാരെ അമ്മമാരെയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും ഒക്കെ നന്ദിയും, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് കേൾക്കുമ്പം വളരെ വലിയൊരു അനുഭവം ഇവർക്കുണ്ടായിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഇപ്പോൾ ഈ ഒരു മാസം പറഞ്ഞ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന്, നേരിൽ കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ പോലും നമ്മൾക്ക് ഇവിടെ കേൾക്കാനായിട്ട് സാധിക്കും. ഏറെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ പറയും, ഒക്ടോബർ മാസവും മെയ് മാസവും അമ്മ കൂടുതൽ തൻ്റെ സാന്നിധ്യം ഇടങ്ങളിൽ അറിയിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയും കൂടി ഉണ്ട് എന്ന് തോന്നിപ്പോവും. കാരണം ഈ ആഴ്ചകളിൽ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളിലും അമ്മ പലർക്കും പല അനുഭവങ്ങളും, അത് സ്വപ്നങ്ങളിലൂടെയാണെങ്കിലും ദർശനങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. പല നല്ല സാക്ഷ്യങ്ങളൊക്കെ തന്നെയും നമ്മൾ യൂട്യൂബിൽ ഇടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളത് കേൾക്കുമ്പോൾ അത് പല കുട്ടികൾക്ക് തൊട്ട് വലിയവർക്കറിയാം. ഇവിടെയും അമ്മ വന്നു എന്ന് പറയുന്നത് ഈ ബിൻസിയുടെ കുഞ്ഞിനാണ്. ഇതുപോലെ തന്നെ ഒരു കുഞ്ഞിന് അമ്മയെ കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യങ്ങളും നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ ഒരു അടയാളം മാതാവിനോട് ആവശ്യപ്പെടുമ്പം മാതാവ് കറക്റ്റായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് ഒരു കുഞ്ഞിനെ ആണെങ്കിലും പിന്നീട് അവൻ വന്ന് ജപമാല ചോദിച്ചുവെന്നും പ്രാർത്ഥിച്ചുവെന്നും ഒരമ്മ വന്നുവെന്നും പിന്നീട് അത് കണക്ട് ചെയ്യുന്നത് നമുക്കറിയാം. 2004 ഡിസംബർ 7 2:30 ഈ പരിശുദ്ധമായ അൾത്താരിൽ അമ്മ ആരാധന മധ്യേ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു അൾത്താരയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ അമ്മയുടെ ഹൃദയഭാഗത്തൊരു സമയഘടികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയവും ഡേറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഉടമ്പടിയുടെ വ്യാഖ്യാനത്തിൽ നിങ്ങൾ ഉടമ്പടി എടുത്തവർക്കറിയാം, അമ്മയ്ക്ക് ഈ സമയത്തിൻ്റെ മേളിലൊരു അധികാരമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു അടയാളവും. അതുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ വേഗം കാര്യത്തിൽ നടക്കുന്നതും സമയം വെളിപ്പെടുത്തി കൊടുക്കുന്നതും ഒന്നും ഇത് ആദ്യമല്ല. നിങ്ങൾ ഇവിടെ പറയുന്ന വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും അവർക്ക് കിട്ടാൻ പോകുന്ന മാർക്കും അല്ലെങ്കിൽ ഫയൽ നമ്പരും അങ്ങനെ പല കാര്യങ്ങളും മുൻകൂട്ടി തന്നെ അവർക്ക് നൽകുന്നതുമെല്ലാം സാക്ഷ്യത്തിൽ ഇപ്പോൾ സ്ഥിരം ആയിട്ട് കേൾക്കാറുള്ളത്. അപ്പം അമ്മ തന്നെ ഇപ്പം അങ്ങനൊരു സാഹചര്യം ഈ കുടുംബത്തിലുണ്ടായെന്നാണ്. അത് മകനാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അമ്മ വന്നു, അമ്മ എന്നെ തൊട്ടു എന്നും പിന്നീട്
അവന് കൂടുതൽ വിശ്വസിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യം. പിന്നീട് ഒരു വ്യക്തിപരമായിട്ടൊരു സൗഖ്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. 4 വർഷമായിട്ട് വിവിധങ്ങളായ മരുന്നുകളെല്ലാം കഴിച്ചിട്ടും മാറാത്തത്, പ്രാർത്ഥിച്ച്. അപ്പം അത് എന്തുകൊണ്ട് മാറുന്നു എന്നുള്ള ചോദ്യത്തിന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഒരുപാട് എല്ലാവരുടെ സാക്ഷ്യങ്ങളിലും എവിടെയെങ്കിലും ചെറുതും വലുതുമായിട്ട് വലിയ സൗഖ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ള ചോദ്യം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണെന്നുള്ള ഉത്തരവാണ്. പക്ഷേ വിശ്വാസം പരീക്ഷിക്കപ്പെടും എന്നുള്ളൊരു വലിയൊരു കാര്യവും കൂടി പല സാക്ഷ്യങ്ങളിലുമുണ്ട്. അപ്പോൾ ഈ മകൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അമ്മ ക്രമീകരിക്കുന്നതാണെന്നുള്ള വലിയൊരു ബോധ്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇവിടെ വന്നുകൊണ്ട് ഒരു കോയിൻസിഡൻസ് ആയിട്ട് നടന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കുന്നവരുണ്ടാവാം. സാധാരണ മനുഷ്യർ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കാം. പക്ഷേ കാണുന്ന സ്വപ്നവും കുട്ടി വന്ന് പറയുന്നതും ഈ പറയുന്ന അനേകം പേരുടെ സാക്ഷ്യങ്ങളിലെ പല കാര്യങ്ങളും ഒരുപോലെ ഇരിക്കുന്നതുമെല്ലാം ഇതുപോലൊരു കോയിൻസിഡൻസ് അല്ലല്ലോ. കാരണം അമ്മ തന്നെ നേരിട്ട് വന്ന് അമ്മ നൽകിയതാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് പല അനുഭവങ്ങളും നിർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് വേറെ എവിടെയെങ്കിലും പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എന്നൊന്നും നമുക്ക് അവകാശവാദം മുഴക്കുവാനും സാധിക്കത്തില്ല. ഒപ്പം വ്യക്തമായിട്ട് ഉടമ്പടി ജീവിച്ചുവെന്നും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അനാഥാലയത്തിൽ മറ്റുമൊക്കെ പോയുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതാണ് ആദ്യം നമ്മൾ ഈ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഓടി നടന്ന് പ്രവർത്തിച്ചു എന്നും കൂടെ പറയുമ്പോഴാണ് അതിന് വിലയുണ്ടാവുന്നതെന്നുള്ളതാണ് ഈ സാക്ഷ്യങ്ങളുടെ, ഉടമ്പടി സാക്ഷ്യങ്ങളുടെ